പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കുറേ പേര് എന്നോട് പറഞ്ഞു, അതായത് ഈ ഒരു പിൻട്രസ്റ്റ് അടിപൊളി ആപ്ലിക്കേഷനാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതേവരെ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 month ആയിട്ടുണ്ടാവും പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആൾക്കാർ പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ്. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ആപ്ലിക്കേഷനാണ്, ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു എന്നെപ്പോലെ പിൻട്രസ്റ്റ് യൂസ് ചെയ്യാത്ത കുറേ പേരുണ്ടാവും, അപ്പോൾ അവർക്ക് ജസ്റ്റ് ഷോർട്ട് ഇൻട്രഡക്ഷൻ കൊടുക്കാമെന്ന്. പിൻട്രസ്റ്റ് എന്താണ്, അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, ഒരു സ്ഥലമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യില്ലേ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആയിട്ടും വീഡിയോ ആയിട്ടും ഫോട്ടോസ് ആയിട്ടൊക്കെ റിസൾട്ട് കിട്ടും. പക്ഷേ പിൻട്രസ്റ്റിൽ നമുക്ക് ഫോട്ടോസ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഷോർട്ട് വീഡിയോസും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് സെർച്ച് ചെയ്താലും ഫോട്ടോ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ്, അതിൻ്റെ പല ടൈപ്പിലുള്ള ഫോട്ടോസ്, കുറേ ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ട ഫോട്ടോസ്, അതൊക്കെയാണ് പിൻട്രസ്റ്റിൽ കിട്ടുക. സാധാരണ നമുക്ക് ഗൂഗിളിലോ വേറെ എവിടെയും സെർച്ച് ചെയ്താൽ കിട്ടാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് പിൻട്രസ്റ്റിൽ കിട്ടും. അപ്പോൾ അതാണ് പിൻട്രസ്റ്റിൻ്റെ പ്രത്യേകത. അത് ഓരോ ആൾക്കാർ ചെയ്തിടുന്ന ഫോട്ടോസാണ് എല്ലാം, ഓരോ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിടാം പിൻട്രസ്റ്റിൽ. അപ്പോൾ ആൾക്കാർക്ക് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിൻട്രസ്റ്റിൽ. ജസ്റ്റ് വെറുതെ ഫോട്ടോസ് സെർച്ച് ചെയ്യാൻ മാത്രമുള്ള സംഭവമല്ല. പിൻട്രസ്റ്റ് നമുക്ക് നമ്മുടെ എന്താ പറയുക ബിസിനസ് ഗ്രോ ചെയ്യാൻ യൂസ് ചെയ്യാം. അതായത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഫോട്ടോസോ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസോ നമുക്ക് അപ്ലോഡ് ചെയ്തിടാം. അതിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുവഴി ആൾക്കാർ വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ലിങ്ക് വഴി ആൾക്കാർ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുന്ന പരിപാടിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിൻട്രസ്റ്റ് വഴി ചെയ്യാൻ പറ്റും, കുറേ പേര് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ യൂസസ് ഉള്ള ആപ്ലിക്കേഷനാണ് പിൻട്രസ്റ്റ്. മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഫോട്ടോസിന് വേണ്ടിയാണ്. ഞാനും അത് തന്നെയാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെറുതെ വാൾപേപ്പേഴ്സ് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ എനിമേ ഡ്രാഗൺ ബോൾസൊക്കെ ഇല്ല, ഡ്രാഗൺ ബോൾസിൻ്റെ വാൾപേപ്പേഴ്സ് ഞാൻ ജസ്റ്റ് വെറുതെ സെർച്ച് ചെയ്ത് നോക്കി, മൊബൈലിലുള്ളതും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിനുള്ളതും ലാപ്ടോപ്പ്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത അടിപൊളി വാൾപേപ്പേഴ്സ് നമുക്ക് പിൻട്രസ്റ്റ് ആപ്ലിക്കേഷനിൽ കിട്ടും. നമ്മുടെ ഗൂഗിളിലോ വേറെ എവിടെ സെർച്ച് ചെയ്താലും കിട്ടാത്ത രീതിയിലുള്ള അടിപൊളി സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് അടിപൊളി ഫോട്ടോസ്, നിങ്ങളിപ്പോൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അത്രത്തോളം അതിലത്തെ ചെറിയൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത്ര ഉണ്ടായുള്ളൂ. ബൈ.